കോൺഗ്രസിനെ ഞെട്ടിച്ച മുൻ AICC വക്താവും സോണിയയുടെ ഉറ്റ അനുയായിയുമായ ടോം വടക്കൻ ബിജെപിയിൽ. രവിശങ്കർ പ്രസാദിൽ നിന്ന് ടോം വടക്കൻ അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസിൽ നിരവധി അധികാര കേന്ദ്രങ്ങളെന്ന് ടോം വടക്കൻ. I left the Congress party is with a heavy heart because the attack by the Pakistani terrorist on our land and the reaction from my party was sad indeed. It hurt me deeply when you question the integrity of the armed forces. I'm deeply hurt, and that's precisely the reason why I'm here. സന്തോഷ് സല്ലങ് ചേരുന്നു വിവരങ്ങളുമായി. സന്തോഷ്, ടോം വടക്കന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ബിജെപിയിലേക്ക് ചേരാനുള്ള കാരണമായി പറഞ്ഞത് പ്രധാന കാരണം പുൽവാമ ഭീകരാക്രമണത്തിൽ തന്റെ പാർട്ടി എടുത്ത നിലപാടുകൾ, തീരുമാനങ്ങൾ, അതിനോട് തനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? പ്രിയ, അല്പസമയം മുമ്പ് അദ്ദേഹം വസ്തിക്ക് മുമ്പിൽ വെച്ച മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചു. കോൺഗ്രസിനുള്ളിൽ നിന്ന് തനിക്ക് വളരെയേറെ അപമാനം നേരിടേണ്ടി വന്നു. തനിക്കിതിനുള്ള എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പല നേതാക്കൾക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ടോം വടക്കൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ BJP ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പുൽവാമ സ്ഫോടനത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടിലുള്ള എതിർപ്പ് ഉന്നയിച്ചുകൊണ്ടാണ് താൻ BJPയിൽ ചേരുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതല്ല അത് കാരണം. അതിനപ്പുറത്തേക്ക് BJP തൃശൂർ സീറ്റോ ചാലക്കുടി സീറ്റിലോ മത്സരിപ്പിക്കാം എന്ന തരത്തിലുള്ള ഒരു ഉപാധി ടോം വടക്കന് മുന്നിലോട്ട് വച്ചിട്ടുണ്ട്. അത് അദ്ദേഹം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BJPയിൽ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നതാണ് കോൺഗ്രസ് രീതി എന്ന് ടോം വടക്കൻ വിമർശിക്കുന്നു. കോൺഗ്രസിൽ ആരാണ് നേതാവ് എന്ന് പറയാനാകില്ല. പ്രവർത്തകർക്ക് കൃത്യമായ പരിഗണന നൽകുന്നില്ല. ആത്മാഭിമാനമുള്ള ആർക്കും കോൺഗ്രസിൽ തുടരാനാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ടോം വടക്കൻ വാർത്താ സമ്മേളനത്തിലും അതിന് പിന്നാലെ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ടോം വടക്കന്റെ മാറ്റം കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വക്താവ് സുർജേവാല മാധ്യമങ്ങളോട് പറഞ്ഞത് ടോം വടക്കൻ ഇതുവരെ BJPയെ വിമർശിച്ചിരുന്നു, ഇനി അതിനെക്കുറിച്ച് എന്തായിരിക്കും പാർട്ടിക്ക് പറയാനുള്ളത് എന്നാണ്. അത്രമാത്രമേ കോൺഗ്രസിന് ഇപ്പോൾ ടോം വടക്കനെ കുറിച്ച് പറയാനും ആവുകയുള്ളൂ. അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പോലും ആകില്ല. കാരണം ഇന്നലെ വരെ BJPയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ദേശീയ ചാനലുകളിൽ രംഗത്തെത്തിയിരുന്ന ആളാണ് ടോം വടക്കൻ. റഫേലിലാകട്ടെ പുൽവാമ സ്ഫോടനത്തിലാകട്ടെ BJP സ്വീകരിച്ചിരുന്ന നിലപാട് നിശിതമായി വിമർശിക്കുകയും കോൺഗ്രസിന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുള്ള ടോം വടക്കനാണ് ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു നിർണായക സമയത്ത് പാർട്ടി വിട്ട് BJPയിൽ ചേരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. തികച്ചും അപ്രതീക്ഷിതം, നാടകീയം എന്ന് പറയാനാകും. 12:45 നടന്ന വാർത്താ സമ്മേളനത്തിൽ രവിശങ്കർ പ്രസാദിൽ നിന്ന് BJP അംഗത്വം ടോം വടക്കൻ നേടി. അതിനുശേഷം അമിത്ഷാ അടക്കമുള്ളവരെ കണ്ടു. മോദിയെയും അമിത്ഷയും പ്രശംസിച്ച് സംസാരിക്കുകയും നന്ദി പറയുകയും ചെയ്ത ടോം വടക്കൻ ഇപ്പോൾ പൂർണ്ണമായും ഒരു BJPക്കാരനായി മാറിയിരിക്കുന്നു. പ്രിയ, സന്തോഷ്, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ വക്താവിന്റെ പ്രതികരണം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? പ്രിയ, ഇതുവരെ മറ്റു നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പല നേതാക്കളും പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്ത് നിയമസഭയിലെ 5 MLAമാർ നിലവിൽ BJPയിൽ എത്തിക്കഴിഞ്ഞു. നോർത്ത് ഈസ്റ്റിലും പല പ്രമുഖ നേതാക്കളും അവിടുത്തെ MLAമാരും BJPയിൽ എത്തുന്നു. കർണാടകയിൽ നമുക്കറിയാം വലിയൊരു ചാഞ്ചാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും MLAമാരും MPമാരും ഒക്കെ കൂട്ടത്തോടെ BJPയിൽ ചേരുന്നുണ്ട്. അപ്പോഴൊന്നും BJP നേതൃത്വം കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അതുണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതാണ്. ഇത്രയും കാലം കോൺഗ്രസ് ചിഹ്നത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച നേതാക്കളാണ് BJPയിലേക്ക് എത്തുന്നത്. പാർട്ടി മാറുന്നത് ഏതെങ്കിലും ഒരു ധാർമ്മിക വിഷയമായി പോലും പല കോൺഗ്രസ് നേതാക്കളും എടുക്കുന്നേയില്ല. 2 പാർട്ടികളും ഒരുപോലെ കണ്ടുകൊണ്ടാണ് പലപ്പോഴും നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും
അല്ലെങ്കിൽ പല പാർട്ടി പ്രവർത്തകരും ഈ BJP-യിലേക്ക് എത്തുന്നത്. BJP ആകട്ടെ ഏറ്റവും ഉന്നതരായ നേതാക്കളെ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് എടുക്കുന്നത് പോലെ. ഇപ്പോൾ ഈ സംസ്ഥാന തലങ്ങളിൽ ഉണ്ടായ നീക്കം ദേശീയ തലത്തിലേക്കും വന്നിരിക്കുന്നു. അതിന്റെ തുടക്കമാണ് ടോം വടക്കനിലൂടെ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ആസ്ഥാനത്ത് ഏകദേശം 10-30 വർഷക്കാലം പ്രവർത്തിച്ച നേതാവാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ BJP-യിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. കോൺഗ്രസിന്റെ വക്താവ് വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്താണ് BJP ആസ്ഥാനത്ത് പഴയ വക്താവായ ടോം വടക്കൻ BJP-കാരനായി മാറുന്നത്. അതുകൊണ്ട് മാത്രമാണ് വക്താവായ സുർജേവാല അല്പമെങ്കിലും പ്രതികരിച്ചത്. മറ്റു നേതാക്കൾ ഇപ്പോഴും മൗനത്തിലാണ്. ചില കേരള നേതാക്കൾ ടോം വടക്കനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഡൽഹി സന്ദർശന സമയത്തൊക്കെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ടോം വടക്കൻ. സന്തോഷ്, ഇപ്പോൾ ടോം വടക്കന്റെ കൂടുതൽ പ്രതികരണം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു നാഷണൽ പാർട്ടി ആവുമ്പോൾ അക്രോസ് ദ ബോർഡ് സംസാരിക്കണം. കാരണം ജനങ്ങളുടെ ജനവിധിയാണ്. അപ്പോൾ ഈ പാർട്ടി കമ്മ്യൂണൽ, ആ പാർട്ടി കമ്മ്യൂണൽ അല്ല എന്ന് പറയുന്നത് ശരിയാണോ? രണ്ട് വിരുദ്ധ ആശയങ്ങളുള്ള പാർട്ടികളിലാണ് കോൺഗ്രസിനേക്കാൾ വലിയ വിരുദ്ധതയുള്ള പാർട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു പ്രയാസമുണ്ട്. നിലപാടുകൾ നടക്കും ഇനിയിപ്പോൾ മാറ്റം വരുത്തേണ്ടി വരുന്നു. ഞാൻ BJP-യുടെ ലിറ്ററേച്ചറും RSSന്റെ ലിറ്ററേച്ചറും ഒക്കെ വായിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ പ്രാക്ടീസസും പല പൊളിറ്റിക്കൽ പാർട്ടീസും പല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതൊന്ന്, പ്രീച്ച് ചെയ്യുന്നതൊന്ന്, അതിൽ വ്യത്യസ്തതയുണ്ട്. ഹിപ്പോക്രസിയാണ് കാണുന്നത്. അവരുടെ വോട്ട് കാണറിയാനുള്ള ശ്രമമാണ്. അതിന് മീതിയൊന്നുമില്ല. നിങ്ങൾ വോട്ട് പിടിക്കും, അവരെ മറക്കും. പൊളിറ്റിക്കൽ പാർട്ടീസ് പലരും ഇതാ ചെയ്യുന്നത്. അത് ആ ഹിപ്പോക്രസിയുടെ എതിരാണ് ഞാൻ. അപ്പോൾ അത് BJP-യിലും ഉണ്ട് എന്നുള്ളൊരു ഇല്ല. BJP-യിൽ അത് കാണുന്നില്ല. അവരുടെ പൊസിഷൻ ക്ലിയറാണ്. അവരുടെ പൊസിഷൻ, അവർ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പക്ഷെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ഒരു ഫിയർ സൈക്കോസിസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതെന്താണ് ഒരു പാർട്ടിയെ നിങ്ങൾ ഇങ്ങനെ ഒരു അൺടച്ചബിൾ ആക്കി മാറ്റുന്നത്? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ? ഇലക്ഷൻ കമ്മീഷൻ റെക്കഗ്നൈസ്ഡ് പാർട്ടിയാണ്. പൊളിറ്റിക്കൽ പീപ്പിൾ അക്രോസ് ദ കൺട്രി വോട്ട് ഫോർ ദം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെ എന്താണ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്? ആസ് എ നാഷണൽ പാർട്ടി യു മസ്റ്റ് അക്സെപ്റ്റ് എവരിബഡി. അഴിമതിയാണെന്ന് താങ്കൾ പലപ്പോഴും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. അന്നും നിലപാടായി പറയുകയും ചെയ്തു. പിന്നെ BJP അഭിഭാഷകന്റെ റോളായിരിക്കും ചെയ്യുക, അതോ സത്യസന്ധമായിട്ട് അവരെന്ത് റോൾ തരുന്നു അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചർച്ച ചെയ്തിരിക്കുന്നത് അവരുമായിട്ട്? എന്ത് തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് BJP-യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്? ഏത് തരത്തിൽ പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അവര് കേരളത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം, ചില ഇഷ്യൂസ് റേസ് ചെയ്യണം, അതൊക്കെ പറഞ്ഞു. ഇത് പുതിയൊരു സർപ്രൈസ് എവന്റ് ഒന്നുമല്ല. അത് അറിഞ്ഞിട്ട് ഇവർ മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാം? അതായത് താങ്കൾ നേരത്തെ അറിയിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ? എന്റെ അഭിപ്രായങ്ങൾ പലവർക്കും അറിയാം. ആ പാർട്ടിയിലെ അവിടെ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടില്ലേ അത് അവരുടെ പ്രശ്നമാണല്ലോ. അതായത് ഗൗരവത്തിലെടുത്തില്ല പാർട്ടി. അതാ ഞാനല്ലല്ലോ പറയാ, അത് അവർക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ലേ. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ചില പ്രമുഖ നേതാക്കൾ കേരളത്തിൽ നിന്ന് വീണ്ടും BJP-യിലേക്ക് എത്താൻ താങ്കൾ ഒരു തുടക്കം മാത്രമാണെന്ന വാർത്തകൾ ഞാൻ എൻ്റെ കൂടെ പലരും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് വരാൻ. പക്ഷേ അത് അവരുടെ തീരുമാനങ്ങളാണ്. ശരത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശരത്ത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്താണ്? ശരത്, കേൾക്കാമോ? ടോം വടക്കന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനം നടത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. BJP-യിൽ ചേർന്നിരിക്കുന്ന കാര്യം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. BJP പാർട്ടി എന്തു പറയുന്നു ആ ജോലി താൻ ചെയ്യും, പാർട്ടി പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ് ഇനി അങ്ങോട്ടുള്ള തന്റെ തീരുമാനം. അത് അങ്ങനെ തന്നെയാണ്. അവർ പറയുന്ന എന്ത് കാര്യവും താൻ ചെയ്യുമെന്ന് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസിലെ തർക്കത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. തർക്കം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുൻതൂക്കം നഷ്ടപ്പെടുത്തി. മറ്റ് സീറ്റുകളിലെ ജയസാധ്യതയെയും ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇനി കേരള കോൺഗ്രസിനോട് ഉദാര സമീപനം വേണ്ടെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നിലപാടെടുത്തു. പ്രതിസന്ധി രൂക്ഷമായാൽ കോട്ടയം സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായവും കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കേരള കോൺഗ്രസിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കർശനമായ നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. വിഷയത്തിൽ അതൃപ്തി അറിയിച്ച ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിക്കേണ്ട മുൻതൂക്കം തർക്കം ഇല്ലാതാക്കിയതായും വിമർശിച്ചു.
കേരള കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്ന പക്ഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ഇരുകൂട്ടർക്കും യോജിപ്പുള്ള പൊതുസമ്മതനെ കോട്ടയത്ത് നിർത്തുക, അല്ലെങ്കിൽ കോട്ടയം സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായവും കോൺഗ്രസിനുള്ളിൽ ശക്തമാകുകയാണ്. കേരള കോൺഗ്രസിനെതിരെ വലിയ അമർഷവും കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്തെ തർക്കം പത്തനംതിട്ട, ഇടുക്കി സീറ്റുകളിലെ വിജയസാധ്യതയെ പോലും ബാധിച്ചേക്കാമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സമീപ മണ്ഡലങ്ങളിലെ വിജയസാധ്യതയെയും തർക്കം ബാധിച്ചേക്കാമെന്ന് ഹൈക്കമാൻഡും കണക്കുകൂട്ടുന്നു. തർക്കത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നേതാക്കളിൽ നിന്നും ഇതിനോടകം തന്നെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനോട് ഇനി മൃദു സമീപനം വേണ്ടെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം നിലപാടെടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരികയും കോൺഗ്രസിന് ലഭിച്ച രാജ്യസഭാ സീറ്റ് നൽകിയ കാര്യവും ഇവർ ഉന്നയിക്കുന്നു. ഏതായാലും പ്രശ്നപരിഹാരം എത്രയും വേഗം കൈക്കൊണ്ടില്ലെങ്കിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ UDF-നെ ബാധിക്കുമെന്നതിൽ സംശയമില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയത്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരു കാരണവച്ചാലും മാറ്റില്ലെന്നും തോമസ് ചാഴിക്കാടന്റെ പ്രചാരണം തുടരുമെന്നും മാണി വിഭാഗം. സ്ഥാനാർത്ഥി നിർണയ വിവാദത്തിൽ കോൺഗ്രസ് ഇടപെടേണ്ടതില്ലെന്ന് റോഷി അഗസ്റ്റിൻ MLA. ഇടുക്കി സീറ്റ് PJ ജോസഫിന് നൽകുന്നതിൽ എതിർപ്പില്ലെന്നും റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുത്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. RSPയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് RSP ആണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് കേരള കോൺഗ്രസ് ആണ്. അതാണ് മുന്നണിയുടെ സാഹോദര്യവും സത്യസന്ധതയും വിശ്വസ്തതയും. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനുഭവിക്കുന്ന സാമാന്യ ജനവിഭാഗത്തിനറിയാം. ആ വികാരത്തെ വ്രണപ്പെടുത്തത്തക്ക ഒരു തീരുമാനം മുന്നണിയിൽ ആരും സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തലവേദന വന്നാൽ തലവെട്ടിക്കളി കാര്യലും അത് സ്വാഭാവികമായ നടപടിക്രമമാണോ? നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കും. അല്ല, വെച്ച സ്ഥാനാർത്ഥി മാറ്റി നിർത്തിക്കൊണ്ടാണ് പരിഹാരം ഉണ്ടാക്കുന്നത്. അതല്ല സ്വാഭാവിക. ഞങ്ങൾക്ക് ഒരു സീറ്റ് കൂടെ തരാമെന്ന് കോൺഗ്രസ് നിശ്ചയിച്ചാൽ ഞങ്ങൾക്ക് എന്തിനാ എതിർപ്പ്? യാതൊരു എതിർപ്പുമില്ല. കോൺഗ്രസ് ഇടുക്കിയിൽ PJ ജോസഫിനോട് മത്സരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടിലേക്ക് കൂടി ഞങ്ങൾ സ്വീകരിക്കാല്ലേ, എന്ത് കുഴപ്പം? നാളെ വൈകിട്ടോടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമാകുമെന്ന് PJ ജോസഫ്. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും താൻ ശുഭാപ്തി വിശ്വാസത്തിലാണെന്നും PJ ജോസഫ് പറഞ്ഞു. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പല നിർദ്ദേശങ്ങളുണ്ട്. നാളെ വൈകുന്നേരത്തേക്ക് തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കേരള കോൺഗ്രസിൽ ജനാധിപത്യ കീഴ്വഴക്കം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് മോൻസ് ജോസഫ് MLA. PJ ജോസഫിന്റെ പേര് മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നത്. പിന്നീടാണ് തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായത്. PJ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പ്രതീക്ഷയെന്നും മോൻസ് ജോസഫ് പീപ്പിൾ TVയോട്. കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം രാഷ്ട്രീയ കേരളം മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ജോസഫ് വിഭാഗത്തിലേക്കാണ്. ജോസഫ് വിഭാഗത്തിലെ രണ്ടാമനായ കടുത്തുരുത്തി MLA കൂടിയായ മോൻസ് ജോസഫ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ജനാധിപത്യപരമായ നടപടിക്രമങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. പക്ഷേ ചിലർ കവല പ്രസംഗങ്ങളിലൂടെ അതിനെ അവഹേളിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ജനാധിപത്യ നടപടിക്രമത്തിലൂടെ തന്നെയാണോ സ്ഥാനാർത്ഥി നിർണ്ണയിക്കപ്പെട്ടത്? അല്ല, കവല പ്രസംഗവും പുതിയോ ഒന്നും നടന്നില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് ആ പ്രശ്നത്തിന് മറുപടി പറയുന്നത്? ജനാധിപത്യപരമായി കാര്യങ്ങൾ പരിശോധിച്ച് ചെയ്യുന്ന കീഴ്വഴക്കമാണ് കേരള കോൺഗ്രസിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇപ്പോഴും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ചർച്ച ചെയ്തതും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നതും ജനാധിപത്യപരമായുള്ള ഭരണഘടനാനുസൃതമായിട്ടുള്ള നടപടിയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പാർട്ടിപരമായി അധികാരപ്പെട്ടിട്ടുള്ള സമിതി. അതിവിടെയും ആദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നടന്ന നടപടിയിലാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. കാരണം പിന്നീട് ഇപ്പം മറ്റുള്ള പാർട്ടി ചെയർമാൻ എല്ലാവരോടും ആശയവിനിമയം നടത്താം, അതിനൊരു തെറ്റുമില്ല, അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഏതോ ഒരു യോഗം ചേർന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലയിൽ പറയുന്നുണ്ട്. അതിപ്പം ഞങ്ങളാരും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ യോഗമുള്ളതായി ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആവശ്യമുയർന്നിരുന്നു. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോഴും പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വന്നപ്പോഴും ഒരു പേര് മാത്രമാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടത്. അത് ശ്രീ PJ ജോസഫിന്റെ പേരാണ്. പക്ഷേ ശ്രീ തോമസ് ചാഴിക്കാടനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ മാറണമെന്നോ സ്ഥാനാർത്ഥിയെ മാറ്റി ചെയ്യണമെന്നോ ഒന്നുമുള്ള ആവശ്യം ആരും ഉന്നയിച്ചിട്ടില്ല. ആശ്വാസം പകരുന്ന ചില നടപടികളും അല്ലെങ്കിൽ തീരുമാനങ്ങളും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജോസഫ് വിഭാഗം. ക്യാമറാമാൻ സംജിത്ത് ആർപ്പുക്കരോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്.
ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസിൽ പുനരാലോചന. സഖ്യത്തെപ്പറ്റി പ്രവർത്തകരുടെ അഭിപ്രായം തേടി ശബ്ദ സന്ദേശം അയച്ചു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി PC ചാക്കോയാണ് സന്ദേശം അയച്ചത്. ആം ആദ്മി സഖ്യം വേണ്ടെന്ന് ഷീല ദീക്ഷിത് അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് സഖ്യവിഷയത്തിൽ പ്രവർത്തകരുടെ അഭിപ്രായം തേടിയുള്ള ശബ്ദ സന്ദേശം അയച്ചത്. തീവ്രവാദി മസൂദ് അസറിനെ വിട്ടുതരണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. ഇമ്രാൻഖാൻ ഇത്ര വലിയ ആളാണെങ്കിൽ മസൂദിനെ ഇന്ത്യക്ക് കൈമാറുകയാണ് വേണ്ടതെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കി. അതേസമയം മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പരാജയപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ചൈന വീണ്ടും എതിർത്തു. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി 27-ന് US, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിന്മേലാണ് ബുധനാഴ്ച രാത്രി വൈകി UN-ൽ വോട്ടെടുപ്പ് നടന്നത്. 15-അംഗ UN രക്ഷാസമിതിയിൽ വീറ്റോ അധികാരമുള്ള ചൈന 4ാം തവണയാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുന്നത്. പ്രമേയം പരാജയപ്പെട്ടതിൽ നിരാശയുണ്ടെന്നും എന്നാൽ രാജ്യത്തിന്റെ പൌരന്മാർക്കെതിരെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ചൈനയുടെ പേരെടുത്തു പറയാതെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. രക്ഷാസമിതിയിലെ ഒരംഗം എതിർത്തതിനാൽ മസൂദ് അസറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രസ്താവനയിൽ പറയുന്നു. പ്രമേയത്തിന്മേൽ നിലപാടറിയിക്കാൻ ഉപരോധ സമിതിയിലെ അംഗരാജ്യങ്ങൾക്ക് UN 10 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. ഇത് ബുധനാഴ്ച രാത്രി 12:30 അവസാനിച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത്. ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിയു കാങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2009, 2016, 2017 വർഷങ്ങളിലാണ് മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ ചൈന നേരത്തെ എതിർത്തത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. റഫേലിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. റഫേലുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ ചോർന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലവും കോടതിയുടെ പരിഗണനയിലുണ്ട്. രേഖകളുടെ ഫോട്ടോ കോപ്പികളാണ് ചോർത്തിയതെന്നും ഇത് പ്രചരിപ്പിക്കുന്നത് മോഷണമായി കണ്ട പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നുമാണ് സത്യവാങ്മൂലം. പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി അംഗീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പുറത്തുവന്ന രഹസ്യരേഖകൾ ശത്രുരാജ്യങ്ങൾക്ക് ലഭിച്ചിരിക്കാമെന്നും ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും മോഷ്ടിച്ചതാണെന്നും അതുകൊണ്ട് മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നും കഴിഞ്ഞ തവണ കേന്ദ്രം വാദിച്ചിരുന്നു. എന്നാൽ വാദങ്ങൾ തിരിച്ചടിയായെന്ന ബോധ്യം വന്നതോടെ രേഖകൾ മോഷണം പോയെന്നത് തീർത്തും തെറ്റായ കാര്യമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം മലക്കമറിഞ്ഞിരിക്കുകയാണ്. സർക്കാർ രഹസ്യരേഖകളായി കണക്കാക്കുന്നവയുടെ പകർപ്പുകൾ പുറത്തുപോയെന്നാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വൈകുന്നേരം 3 മണിക്കാണ് ഹർജികൾ പരിഗണിക്കുക. രേഖകൾ പുറത്തുവന്നതിനെക്കുറിച്ച് ഫെബ്രുവരി 28 മുതൽ ആഭ്യന്തര അന്വേഷണം നടക്കുകയാണെന്ന് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറയുന്നു. രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണെങ്കിലും പരിശോധിക്കുന്നതിന് തടസ്സമില്ലെന്ന കോടതി നിരീക്ഷണം കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അഴിമതി പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ദേശസുരക്ഷയുടെ മറവിൽ മൂടിവെക്കാൻ കഴിയില്ലെന്ന് കോടതി വാദത്തിനിടെ നിരീക്ഷിച്ചിരുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ ഒരു പ്രതി മോഷ്ടിച്ച രേഖകൾ ഹാജരാക്കിയാൽ അത് പരിഗണിക്കേണ്ടി വരില്ലേ എന്ന് കോടതി വാദത്തിനിടെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംജോധ സ്ഫോടന കേസിൽ NIA കോടതി ഇന്ന് വിധി പറയും. 2007 ഫെബ്രുവരി 18-ന് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് നടന്ന സ്ഫോടനത്തിൽ 68 പേരാണ് കൊല്ലപ്പെട്ടത്. പഞ്ച്കുള NIA കോടതിയാണ് കേസിൽ വിധി പറയുക. 8 പ്രതികളുള്ള കേസിൽ 4 പേരാണ് ഇന്ന് കോടതിയിൽ ഹാജരാവുക. സ്വാമി അസീം ആനന്ദ്, ലോകേഷ് ശർമ്മ, കമൽ ചൌഹാൻ, രജീന്ദ്ര ചൌധരി എന്നിവരാണ് കേസിൽ പിടിയിലായിട്ടുള്ളത്. ഇതിൽ ജാമ്യം ലഭിച്ച സ്വാമി അസീം ആനന്ദ് ഒഴികെ ബാക്കിയുള്ളവർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കേസിലെ മുഖ്യ സൂത്രധാരൻ സുനിൽ ജോഷി 2007-ൽ കൊല്ലപ്പെട്ടിരുന്നു. രാമചന്ദ്ര കൾസൻഗര, സന്ദീപ് ധാഗോ, അമിത് എന്നീ 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം അന്യസംസ്ഥാനത്തേക്കും വ്യാപിപ്പിച്ചു. യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആകെയുള്ള 10 പ്രതികളിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. കൊഞ്ചറവിള ക്ഷേത്ര ഉത്സവത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ് അനന്തുവിന്റെ കൊലപാതകത്തിന് കാരണമായി പോലീസ് പറയുന്നത്. ചെണ്ട കൊട്ടാനെത്തിയ 10-അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിൽ. ഇവരിൽ ബാലു, റോഷൻ എന്നിവർ പോലീസ് പിടിയിലായിട്ടുണ്ട്. ബാക്കിയുള്ള 8 പേരിൽ ചിലർ അന്യസംസ്ഥാനത്തേക്ക് കടന്നതായാണ് സൂചന. ഇവരെ കണ്ടെത്താനായി പല സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. അന്യസംസ്ഥാനത്തേക്കടക്കം അന്വേഷണം വ്യാപിപ്പിച്ചു.
അനന്തുവിനെ ബൈക്കിലിരുത്തി പ്രതികൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ദൃശ്യങ്ങളിൽ പ്രതി ബാലുവാണ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന ബൈക്ക് ഓടിച്ചത്. 3.5 മണിക്കൂറോളം അനന്തുവിനെ ക്രൂരമായി കാട്ടിൽ കൊണ്ടുപോയി സംഘം മർദ്ദിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കി. കൊലപാതകം നടത്തിയ സ്ഥലത്ത് വെച്ച് മുഖ്യപ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടത്തിയതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അനന്തുവിനെ കൊല്ലാനായി തട്ടിക്കൊണ്ടുപോയതിന്റെ തൊട്ടു മുൻപ് നടന്ന ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരുന്നത്. കൊല നടത്തി അനന്തുവിന്റെ മൃതദേഹം ഉപേക്ഷിച്ചതും കാട്ടിനുള്ളിൽ ഇതേ സ്ഥലത്താണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് പ്രതികളെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കരിക്ക്, കല്ല്, കമ്പ് എന്നിവ മർദ്ദനത്തിന് ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തി. ദേഹമാസകലമുണ്ടായ മുറിവുകളാണ് അനന്തുവിന്റെ മരണത്തിന് കാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട പെരുന്തേനരുവി ഡാമിന്റെ ഷട്ടർ സാമൂഹിക വിരുദ്ധർ തുറന്നുവിട്ടതിനെ തുടർന്ന് 20 മിനിറ്റോളം വെള്ളം ശക്തിയായി പുറത്തേക്കൊഴുകി. ചൊവ്വാഴ്ച രാത്രി 10:00-യോടുകൂടിയാണ് സംഭവം നടന്നത്. സമീപവാസി അറിയിച്ചതിനെ തുടർന്ന് KSEB ജീവനക്കാർ എത്തിയാണ് ഷട്ടർ അടച്ചത്. സമീപത്തുള്ള കടത്തുവള്ളത്തിനും സാമൂഹിക വിരുദ്ധർ തീയിട്ടിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം സംഭവത്തിൽ ഡാമിന്റെ ചുമതല വഹിക്കുന്ന KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും റാന്നി തഹസിൽദാരോടും പത്തനംതിട്ട ജില്ലാ കളക്ടർ PV നൂഹ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് റോസമ്മ ചാക്കോ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്കായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയം തോട്ടക്കാട് സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ. റോസമ്മ ചാക്കോയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.